ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗാധിപതേ ദേവാ നിന്നോടയാ ലയമതിനുൾ സിംഹാസന സവിധേ വന്നേപ്പോ ലംഘനമെല്ലാമോ ജീശൻ പാപവശേഷം മാ കേണം എന്തെങ്ങേക്കായി നൽകിയിടം ഞാൻ നിൻ ഹിതമത് പോ അഖില ജനസവിധം ഞാനൻ നേശകൾ നിറവേറ്റും നാഥ. ലോകത്തിനോടനവധിയാ പാപം മാശീട സ്വയബലിയായൊരു മിശിഹാനിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയായിട്ടേ ബലേതു സ്വീഹൃദമാ ഗേണമേ. സ്വർഗകവാടം തുറക്കും താക്കോലാൽ
മൺമയർനാദം മോഹനീയം ഈശൻ വേഗം കേൾക്കുന്നു. ആർക്കായി കാഴ്ചയിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലേതു സ്വീഹൃദമാകേണമേ. ബദ്മരുദകരോ രോതോബർ ആരി ദമഹൈനി ബികാൽവഗരോ കാദിശോ വേസി തമക്കഹായോ വൻകോ വൻമെന്യാ മീരോ
അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ മക്കളെന്ന് നിങ്ങൾ
അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക, നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല. എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ അവൻ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതികളിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത്. പറയുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവനവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും, എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയമെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായി രാജ്യം രാജ്യത്തിനെതിരായി തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും, എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്കാർക്കും ചെറുത്തു
നിൽക്കാനോ നിൽക്കാനോ കഴിയാത്ത വാഗ്ദാനവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും എന്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുറയുടെ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. യെരൂശലേമിനെ ചുറ്റും സൈന്യം താവളമിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന് നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണങ്ങളിലുള്ളവർ അവിടെ വിട്ടുപോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ വലിയ ക്രോധവും നിപതിക്കും. അവർ വാളിന്റെ വായ്ത്തലയത്ത് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ യെരൂശലേമിനെ അവർ ചവിട്ടിപ്പതിക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും നിരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ നിന്ന് വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ. സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ഏവയൊക്കെയാണെന്നും അത് ഭൂമിയിൽ എപ്രകാരം നടപ്പിലാകുമെന്നും കർത്താവ് തന്റെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ അതിർത്തികൾ ഇല്ലാതാകും. സൂര്യനിലും ചന്ദ്രനിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. തിരമാലകൾ ആകാശം മുട്ടെ ഉയരും. ഭൂകമ്പങ്ങളും വലിയ പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. ഇവയൊക്കെ തന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ അടയാളങ്ങളാണ് എന്ന് കർത്താവ് പ്രവചിക്കുകയായിരുന്നു. അവിടെ സഹോദരൻ സഹോദരനെതിരായും മാതാപിതാക്കൾ മക്കൾക്കെതിരായും സാക്ഷ്യം നൽകും എന്നും പറയപ്പെടുന്നു. ഇന്ന് നമ്മൾ കുരിശിന്റെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. കർത്താവ് ഇപ്രകാരം വലിയ പ്രകൃതിക്ഷോഭങ്ങളെയും മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളുടെയും കഷ്ടതകളുടെയും നടുവില് കർത്താവിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുകയും
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ജീവിതത്തിലെ ക്ലേശങ്ങളുടെയും കുരിശുകളുടെയും നടുവില് തകർന്നു പോകാതെ തലയുയർത്തി നിൽക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. കർത്താവിന്റെ ആഗമനത്തിലെ ക്ലേശങ്ങളും വലിയ വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായാലും നിങ്ങൾ തലയുയർത്തി നിൽക്കുകയും, കാരണം നിങ്ങളുടെ തലയിലെ ഒരു മുടിയുടെ പോലും നഷ്ടപ്പെടാതെ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നവനാണ് നിങ്ങളുടെ ദൈവം. ഇത് പിന്നീട് അക്ഷരം പ്രതി നിവർത്തിയാകുന്നതാണ് ആദിമസഭയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ശിഷ്യന്മാര് ഓരോരുത്തരും രക്തസാക്ഷികളായി കർത്താവിന് സ്വജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിക്കൊണ്ട് മരണത്തെ പുൽകുന്നവരെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവിന് വേണ്ടിയുള്ള സാക്ഷ്യം കുരിശിൻ്റെതാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടിയുള്ള സാക്ഷ്യം കുരിശിൻ്റെതാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സഹിക്കുന്നവന് മാത്രമേ ഉയർത്തെഴുന്നേൽക്കുവാൻ അവകാശമുള്ളൂ എന്നാണ്. വേദന അനുഭവിച്ച് അടക്കപ്പെടുന്നവന് മാത്രമേ ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. കുരിശ് മഹത്വത്തിന്റെ അടയാളമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലം വരെ അത് നിന്ദനീയമായ ഒരു പീഡന ഉപകരണമായിരുന്നു. ഏറ്റവും ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് കുരിശ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കുരിശ് കർത്താവിന്റെ കാലത്തിന് ശേഷം ഉയർപ്പിന്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ അടയാളമായി മാറി. ആ കുരിശിൽ കിടന്ന് ജീവൻ വെടിഞ്ഞവൻ മൂന്നാം നാൾ കല്ലറയുടെ കൽഭിത്തികളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വലിയ മഹത്വത്തിന്റെ അടയാളമായി കുരിശ് മാറി. കർത്താവ് കുരിശിനെ മഹത്വത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമാക്കിയെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും വളരെ പ്രസക്തമായ കാര്യമാണ്. നമുക്ക് ജീവിതം ഈ ലോകത്തില് എത്ര കാലം നാം ജീവിക്കുന്നു അത്രയും കാലം റോസാപ്പൂക്കൾ കൊണ്ട് വിരിച്ച മെത്തയിൽ ആയിരിക്കണം എന്നില്ല നമ്മുടെ ജീവിതം. മറിച്ച് ക്ലേശങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവില് നമ്മൾ ജീവിക്കുമ്പോൾ ആ കുരിശുകളും ക്ലേശങ്ങളും ഒരിക്കലും നമുക്ക് നിരാശയുടെയും പ്രതീക്ഷ നഷ്ടപ്പെടലിന്റെയും അവസരമായി മാറുകയില്ല. മറിച്ച് അത് പ്രത്യാശയുടെ അടയാളമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ സ്നേഹവും കരുതലും കുരിശിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. ഈ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെയും വേദനകളെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളങ്ങളായി സ്വീകരിച്ച അനേകം വിശുദ്ധരെ നമുക്ക് കാണുവാനായി സാധിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ 24-ാമത്തെ വയസ്സില് കഠിന രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവള് ആ കഠിന പീഡകളെയെല്ലാം റോസാപ്പൂക്കൾ പോലെ സ്വീകരിച്ചവളായി. വിശുദ്ധ അൽഫോൻസാമ്മ തന്റെ മധ്യപ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ അവളും വേദനകളുടെയും കുരിശുകളുടെയും നടുവിലൂടെ കടന്നു പോവുകയായിരുന്നു.
അടുത്ത കാലത്ത് കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട കൗമാരക്കാരനായ വിശുദ്ധ കാർലോ അക്വിറ്റസ് 15-ാം വയസ്സില് രക്താർബുദം ബാധിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ വിശുദ്ധനും വേദനയുടെയും കുരിശുകളുടെയും അർത്ഥം നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ കുരിശിന്റെ പെരുന്നാളിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ നന്മയുടെയും വിശുദ്ധിയുടെയും അവസരങ്ങളായി എടുത്തുകൊണ്ട് അതിനെ നന്നായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ക്ലേശങ്ങൾക്കും വേദനകൾക്കും ഒന്നും ഫലമില്ലാത്തതല്ല എന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് എളുപ്പം. കാരണം നമ്മുടെ ക്ലേശങ്ങൾക്കും കുരിശുകൾക്കുമൊക്കെ വലിയ ഫലമുണ്ട്. അവ നമ്മെ വിശുദ്ധിയിലേക്കും മഹത്വത്തിലേക്കും ഉയർത്തും. നമ്മൾ സഹിക്കുന്ന ഓരോ കുരിശും തളർക്കുന്ന കുരിശുകളാണ്, അല്ലാതെ ഉണങ്ങിപ്പോയ മരം കൊണ്ട് ഉണ്ടാക്കിയ കുരിശുകളല്ല. ഈ പ്രത്യാശയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുവാനും നമ്മുടെ കുരിശുകളെയും വേദനകളെയും എല്ലാം നന്മയുടെയും പുതിയ പ്രത്യാശയുടെ ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. പൗലോസ് ശ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, മരണമേ നിന്റെ ദംശനം എവിടെ? നമ്മെ തളർത്തുവാനായിട്ട് മരണത്തിന് പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ജീവിതത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നവരാകുവാൻ, ഒന്നുകൊണ്ടും നമ്മളെ നിരാശപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കർത്താവിന്റെ വാക്കുകൾക്ക് പിൻചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മോട് എന്ന് സംസാരിച്ചതുപോലെ നമുക്ക് ഏത് വേദനകളുടെയും നടുവില് തലയുയർത്തി കുരിശിൽ മരിച്ചവനെ നോക്കിക്കൊണ്ട് നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. കാരണം ആ കുരിശിൽ മരിച്ചവനാണ് പാറക്കല്ലുകളുടെ കല്ലറകൾ പിളർത്തി ഉത്ഥാനം ചെയ്തത്. നമുക്ക് കുരിശുകൾ സഹിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമുക്ക് ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് കടക്കുവാൻ ഉള്ള അവകാശ ചീട്ടാണ് നമ്മുടെ കുരിശുകൾ. ഈ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാനും പുതിയ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ സധൈര്യം നേരിടുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അഭികാമ്യമായ അനുഗ്രഹീതവും ആമദനഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും പുരുഷാനുഗണത്താൽ നിങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കിയവനുമായ കുഞ്ഞാടിന് ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
കരുണാപ്രദയാലിന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനേ ദൈവവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായി ശിവന് മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആത്മതയുടെയും പരിമഞ്ഞ ദേശങ്ങളിൽ തളിക്കണമേ. കർത്താവും നാഥനുമായ രാജാവേ, ഞങ്ങൾക്ക് നീ പാപപരിഹാരകരമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും നിങ്ങൾ നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഉന്നതത്തോട് നിന്നെ വിളിച്ചുപേക്ഷിക്കുന്നവരിന് സ്തോത്രബലിയെ കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നീ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയാഗ്രഹങ്ങളും കാഴ്ചകളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയാക്കിയിരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിതമായിരിക്കുന്ന കാഴ്ചകളിലും വിശ്വാസികളായ ജനത്തിന്മേൽ ഞങ്ങളെ കർത്താവേ മുഖാന്തരം ആവശ്യിക്കണമേ. അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതി ബഹുമാനും ആദരവും യോഗ്യമാകും. കുലഹവും ും
ശാശ്വതമായ
സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെ
നിങ്ങൾ വൈഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീ. നമ്മുടെ സഭയുടെ തലവനും പിതാവും നമ്മുടെ അധ്യക്ഷനുമായ വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ ദേവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും
വിശ്വാസത്തെ പാലിച്ച് നമുക്കെറ്റുള്ള സരസ്വതിദാത്തമാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാമാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. Amen.
ആവശ്യപ്പെട്ട് അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശദീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. Maria,
പ്രാർത്ഥനയിൽ
പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസനെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. Manik
രോഗാരോഗ്യത്തോടും കൂടി വിശുദ്ധാകൃത്യത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദുരിസ്ഥരെ സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ സ്ത്രീവായ മോക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ ദുരിതരുമായവരുമേ ഈ തൃത്വം നിങ്ങളുടെ അടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസനും നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. Yeah.